കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 അധ്യാപകർ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന PG വിദ്യാർത്ഥികളുടെ പരാതിയിൽ 3-അംഗ അന്വേഷണ സമിതിയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നിയോഗിച്ചിരിക്കുന്നത്. ഡോക്ടർ അനിതാകുമാരി, ഡോക്ടർ സ്മിത എന്നിവർക്കെതിരെയാണ് വിദ്യാർത്ഥികളുടെ പരാതി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം നൽകിയ ഞെട്ടലിൽ നിന്ന് കേരളം ഇതുവരെ മുക്തമായിട്ടില്ല. അതിനിടെയാണ് അധ്യാപകർക്കെതിരെ ആരോപണവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത്. സൈക്കാട്രി വിഭാഗത്തിലെ അധ്യാപകരായ ഡോക്ടർ അനിതാകുമാരി, ഡോക്ടർ സ്മിത എന്നിവർക്കെതിരെയാണ് PG വിഭാഗം വിദ്യാർത്ഥികളുടെ പരാതി. രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മുന്നിൽ വെച്ച് വ്യക്തിഹത്യ നടത്തുന്നു. പല വിദ്യാർത്ഥികളും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നു. എതിർത്താൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയ്ക്കുമെന്നാണ് ഭീഷണി. നിവർത്തികേട് കൊണ്ടാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയതെന്നും വിദ്യാർത്ഥികൾ. OP-യിലാണെങ്കിലും വാർഡിലാണെന്നുണ്ടെങ്കിലും നമ്മളെ പേഷ്യൻസിൻ്റെ മുന്നിലും ബൈസ്റ്റാൻഡേഴ്സിൻ്റെ മുന്നിലും മൊത്തമായിട്ട് ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് റൗണ്ട്സിന്. അപ്പോൾ ഈ സമയത്താണ് ഇവർ നമ്മളെ വളരെ മോശമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത്. പല ടേംസ് യൂസ് ചെയ്യാറുണ്ട്. നീ സീറോ ആണ്, പേഷ്യൻറ്റിനെ പോലെ തന്നെയാണ് നിങ്ങൾ ക്രിമിനലാണെന്ന് പോലെയുള്ള രീതിയിൽ സംസാരങ്ങൾ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഞങ്ങളുടെ ഇടയിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. കൂടുതലായിട്ട് അവരെ ടോർച്ചർ ചെയ്യുകയും മെൻ്റൽ ടോക്സിസിറ്റി കൂട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ 1.5 മാസം ലീവ് എടുത്ത് പോകേണ്ട ഒരു ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരു ലെവലിലേക്ക് വരെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ ഓഫീസ് ഉപരോധിച്ചു. ഡോക്ടർ അനിതാകുമാരിയിൽ നിന്ന് മുൻപ് തൃശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും സമാന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ഡോക്ടർ സ്മിതയ്ക്കെതിരെയും കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾ പരാതി നൽകിയിരുന്നു. എന്നാൽ അന്നൊന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. കോളേജ് ഗ്രീവിയൻസ് സെല്ലിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് DMEക്ക് കൈമാറിയിരുന്നു. തുടർന്നാണ് അധ്യാപകർക്കെതിരെ അന്വേഷണത്തിനായി DME 3-അംഗ സംഘത്തെ നിയോഗിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.